ഹലോ ഗൈസ്, ഞാൻ മീഷോയിൽ നിന്ന് 393 രൂപയ്ക്ക് പിന്നെ അവരുടെ ഡെലിവറി ചാർജ് ഉൾപ്പെടെ 421 രൂപയ്ക്ക് ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 2 പീസ് സെറ്റായിരുന്നു. അതിനകത്ത് 4.1 സ്റ്റാർ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ. റിയൽ ഇമേജ് ഒക്കെയാണ് ഞാൻ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഡെലിവറി ചെയ്ത് എൻ്റെ കയ്യിൽ കിട്ടിയ സാധനം ഇതാണ് ഗൈസ്. ഞാൻ ഈ റിയൽ ഇമേജ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്, പർപ്പിള്. ഈ ടോപ്പും പാൻറ്റും ഞാനിത് റിയൽ ഇമേജ് ആണ്, ഇത് കണ്ടിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ. ഡെലിവറി ചാർജ് ഉൾപ്പെടെ ഞാൻ 421 രൂപയ്ക്കാണ് ഞാൻ ഈ ഡ്രസ്സ് പർച്ചേസ് ചെയ്തത്. പക്ഷേ ഈ സാധനം എൻ്റെ കയ്യിൽ കിട്ടിയപ്പം കൊടുത്ത പൈസയ്ക്ക് ക്വാളിറ്റിയിലുള്ള സാധനമല്ല. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം, തുണിക്ക് ക്വാളിറ്റി ഇല്ല. പിന്നെ സ്റ്റിച്ച് വളരെ മോശമാണ്. പിന്നെ ഡിസൈൻ വേറെയാണ്, പാറ്റേൺ വേറെയാണ്. ഞാൻ ഓർഡർ ചെയ്ത കോഡ് സെറ്റ് ആണെങ്കിൽ എൻ്റെ കയ്യിൽ കിട്ടിയതൊരു സിംഗിൾ ആയിട്ടുള്ള ഒരു സ്ലിറ്റിട്ട ടോപ്പാണ്. സിംഗിൾ ആയിട്ടുള്ള സ്ലിറ്റിട്ട ടോപ്പാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ കളറ് സെയിം ആവും. പിന്നെ എന്തിന് ഇത്രയും ക്വാളിറ്റി കുറവ്? ഞാൻ കൊടുത്ത പൈസയ്ക്ക് ഇത് ഒട്ടും വെർത്തായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം അല്ല മീഷോയിൽ നിന്ന് ഡ്രസ്സ് ഓർഡർ ചെയ്യുന്നത്. ഒരു 4-5 പ്രാവശ്യമായിട്ട് തന്നെ മീഷോയിൽ നിന്ന് ഒരു 300-400 ആ ഒരു റേഞ്ചിലൊക്കെ ഡ്രസ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈവൻ മീഷോയിൽ നിന്ന് ഞാൻ ലിപ്സ്റ്റിക്ക് വരെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. വാച്ച് അങ്ങനത്തെ സാധനങ്ങൾ ഉൾപ്പെടെ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു മോശം എക്സ്പീരിയൻസ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം, കാരണം ഡ്രസ്സ് കീറിയിട്ടുണ്ട്. ഇവൻ തുന്നൽ വിട്ട് കീറിയിട്ടുണ്ട്. ഒരു പഴഞ്ചൻ തുണിയാണിത്. എനിക്ക് ഫസ്റ്റ് ടൈം ആയിട്ടാണ് കേട്ടോ ഇതേപോലത്തെ ഒരു ബാഡ് എക്സ്പീരിയൻസ് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലത്തെ ബാഡ് എക്സ്പീരിയൻസ് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ.